നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയിൽ തുടരുക പിണറായിക്ക് അത്ര എളുപ്പമല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷവും പ്രതിപക്ഷ നേതാവാകാൻ പിണറായിക്ക് കഴിഞ്ഞു. അതിന് പിണറായിയെ സഹായിച്ചത് എം.വി. ഗോവിന്ദൻ. പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്ന CPM പാർട്ടി, LDFിലെ ഘടകകക്ഷികളൊക്കെ വലിയ അതൃപ്തിയിലാണ്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം പിണറായി വിജയനും എം.വി. ഗോവിന്ദനും ചേർന്ന അച്ചുതണ്ടാണ് CPMനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചത്. എക്കാലത്തും പിണറായിയെ ഭയന്ന് നിശബ്ദരായിരുന്ന അടിമക്കൂട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ചേർന്ന ജില്ലാ കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളും കീഴ്ഘടകങ്ങളുമൊക്കെ പിണറായി വിജയനെയും എം.വി. ഗോവിന്ദനെയും എടുത്തൊടുത്തു. എന്നിട്ടും ഇരുവർക്കും ഒരു കുലുക്കവുമില്ല. സംസ്ഥാന സമിതിയിലെ ഭൂരിപക്ഷ നേതാക്കളും പിണറായി വിജയൻ്റെ കരുണയിൽ വളർന്നവരാണ്. അവരാരും ഏകഛത്രാധിപതിയായ പിണറായി വിജയനെതിരെ ഒരക്ഷരം മുരടനക്കില്ല. പാർട്ടി എങ്ങനെ ഉയർത്തെഴുന്നേൽക്കുമെന്ന ചിന്ത അണികളിൽ ശക്തമായി. പ്രാദേശിക തലത്തിലും ജില്ലാ തലത്തിലുമൊക്കെ പലരും പലതും വെട്ടിത്തുറന്നു പറഞ്ഞു. പിണറായി വിജയനും എം.വി. ഗോവിന്ദനും മാറി നിന്നാൽ മാത്രമേ ഈ പാർട്ടി രക്ഷപ്പെടൂ. CPMലെ അടിമക്കണ്ണുകൾ പലരും BJPയിലേക്കും NDAയിലേക്കും ചേക്കേറുമോ എന്ന ഭയം ദേശീയ നേതൃത്വത്തിന്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും വിമത നീക്കങ്ങൾ ശക്തമായി. ഇപ്പോഴിതാ വിമത ക്യാമ്പുകൾ സജീവമാക്കി ദേശീയ സെക്രട്ടറി തന്നെ കളത്തിലിറങ്ങി. പിണറായി വിജയൻ എം.വി. ഗോവിന്ദൻ അച്ചുതണ്ടിനെ പൊളിക്കാൻ MA ബേബി ഇപ്പോൾ തന്ത്രങ്ങൾ മെനയുകയാണ്. VD സതീശൻ്റെ ജനകീയതയാണ് LDF അണികളെ ഉണർത്തിയിരിക്കുന്നത്. ഒരു മുഖ്യമന്ത്രി എങ്ങനെ ജനങ്ങളോട് ഇടപെടണം, നിയമസഭാ സംവിധാനങ്ങളടക്കം ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ കാണിച്ചു കൊടുത്തിരിക്കുന്നു. മറുവശത്ത് VD സതീശൻ എന്ന ജനകീയ മുഖ്യമന്ത്രിയുടെ ഇടപെടലുകൾ, നിയമസഭയിൽ അടപടലം പാടുന്ന പിണറായി വിജയൻ്റെ തന്ത്രങ്ങൾ. പിണറായി വിജയനെ നിയമസഭയിലിട്ട് VD സതീശൻ പലപ്പോഴും എടുത്തൊടുത്തു. ഇത് കേരളത്തിലെ ജനങ്ങൾ പച്ചയ്ക്ക് കണ്ട് കൈയടിക്കുന്നു. CPMൻ്റെ അടിത്തറ ഇളകി എന്ന ചിന്ത അണികളെയും ബാധിച്ചു. ഇതിനൊരു മാറ്റം വരണമെങ്കിൽ ഒരു പുതു നേതൃത്വം ഉയരണം. പിണറായി വിജയൻ്റെയും എം.വി. ഗോവിന്ദൻ്റെയും ചിറകിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന യുവനേതാക്കൾക്ക് അതിനുള്ള കരുത്തില്ല. എന്നാൽ ഒരു കാലത്ത് പിണറായി വിജയൻ്റെ ചാവേറായിരുന്ന M. സ്വരാജ് അടക്കം ഇപ്പോൾ പിണറായി ക്യാമ്പിൽ നിന്ന് വിമത സ്വരത്തിലേക്ക് മാറി. ഏറ്റവും നിർണായകമാണ് ഇനി ചേരാനിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം. മുൻപ് നടന്ന കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിലൊക്കെ പിണറായി വിജയൻ്റെ അശ്വമേധമാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇക്കുറി കാര്യങ്ങൾ കീഴ്മേൽ മറിയും. കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുമ്പോൾ കേരളത്തിലെ മുതിർന്ന നേതാക്കൾ എന്ത് നിലപാട് വ്യക്തമാക്കുമെന്ന് പിണറായി വിജയനും എം.വി. ഗോവിന്ദനും ഭയക്കുന്നു. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒരു നേതൃമാറ്റം വേണമെന്ന ആവശ്യം ഇപ്പോൾ പാർട്ടിയിൽ ശക്തമാണ്. എം.വി. ഗോവിന്ദനെ ഇനിയും ചുമന്നാൽ ഈ പാർട്ടി മുച്ചൂട് നശിക്കും. ഗതികെട്ട് പാർട്ടിയിലെ പല ആത്മാക്കളും BJPയിലേക്കും NDAയിലേക്കും ചേക്കേറും. ഒരു വശത്ത് ഭരണം പോയതിൻ്റെ ക്ഷീണം, മറുവശത്ത് പാർട്ടിയിൽ നിന്ന് അണികൾ ഒലിച്ചു പോകുന്ന കാഴ്ച. എങ്ങനെയെങ്കിലും പാർട്ടിയെ രക്ഷിച്ചെടുക്കണമെന്നാണ് MA ബേബി ഇപ്പോൾ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞിരിക്കുന്നത്. MA ബേബി ഇപ്പോൾ തൻ്റെ വിശ്വസ്തരായ P. രാജീവ്, M. സ്വരാജ് എന്നിവരെ ഇതിനായി ചുമതലപ്പെടുത്തി. എല്ലാ കാലത്തും പിണറായി വിജയനോട് സമദൂരം പാലിച്ചിരുന്ന ചില നേതാക്കൾ, അതിലപ്പുറം പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തർ, അവരൊക്കെ ഇപ്പോൾ വിമത ക്യാമ്പിനെ സജീവമാക്കി കളത്തിലിറങ്ങി. EP ജയരാജൻ, P. ജയരാജൻ, PK ശ്രീമതി തുടങ്ങിയ കണ്ണൂർ നേതാക്കളൊക്കെ ഈ വിമത ക്യാമ്പിൽ ഇപ്പോൾ സജീവമാണ്. പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായ പുത്തലത്ത് ദിനേശനെ പോലെയുള്ളവരും ഇപ്പോൾ പിണറായി വിരുദ്ധ ക്യാമ്പിൽ സജീവമാകുന്നു. ഒരു വശത്ത് ഭരണം നഷ്ടപ്പെട്ട പാർട്ടി, മറുവശത്ത് പ്രായാധിക്യം തളർത്താൻ തുടങ്ങിയ പിണറായി വിജയൻ. എങ്കിലും നിയമസഭയിൽ പിണറായി വിജയൻ പലതും അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. ആ ശ്രമങ്ങളെ മുച്ചൂടും തകർക്കുന്ന നിലയിലായിരുന്നു സതീശൻ്റെ പ്രകടനം. നിയമസഭയിലെ പിണറായി വിജയൻ്റെ പ്രസംഗങ്ങൾ കൊണ്ട് ഈ പാർട്ടി ഇനി നിലനിൽക്കില്ല എന്ന് അണികൾ തിരിച്ചറിഞ്ഞു. കേരളത്തിലെ നേതാക്കൾക്കും അക്കാര്യം ബോധ്യമായി. ഭരണം നഷ്ടപ്പെട്ട പശ്ചാത്തലത്തിൽ പാർട്ടിയിൽ അടിമുടി ഒരു അഴിച്ചുപണി വേണം എന്നാണ് ഇവരുടെ പക്ഷം. എം.വി. ഗോവിന്ദനെ അടിയന്തരമായി നീക്കണം. എം.വി. ഗോവിന്ദൻ മാറിയാൽ പിന്നെ പിണറായി വിജയന് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പ്രത്യേക പ്ലീനം വിളിക്കണമെന്നാണ് ഇപ്പോൾ വിമതന്മാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്ലീനം നടന്നാൽ പിണറായി വിജയൻ തെറിക്കും എന്നുറപ്പ്. അതുകൊണ്ട് തന്നെ പ്ലീനം ചേരാനുള്ള സാധ്യത ഇല്ലാതാക്കാൻ പിണറായി ക്യാമ്പ് സജീവമായി ഇടപെട്ടു തുടങ്ങി. തോൽവിക്ക് കാരണമായ പല ഘടകങ്ങളും ഇപ്പോൾ പാർട്ടിയുടെ കീഴ്ഘടകങ്ങൾ പച്ചയ്ക്ക് ചർച്ച ചെയ്തു. തളിപ്പറമ്പിൽ P.K. ശ്യാമളയെ നിർത്തിയതാണ് ഏറ്റവും വലിയ തോൽവിയുടെ ആഘാത കാരണമെന്ന് പാർട്ടിയുടെ കീഴ്ഘടകങ്ങൾ പച്ചയ്ക്ക് പറഞ്ഞു.
MV ഗോവിന്ദൻ എന്ന ഒരു വല്ലാത്ത കഥാപാത്രത്തെ പാർട്ടി സെക്രട്ടറിയായി നിയോഗിച്ചത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി. പിണറായി വിജയൻ്റെ ഏകാധിപത്യ പ്രവണതകളും ധാർഷ്ട്യവും ജനങ്ങളെ വെറുപ്പിച്ചു. എൻ്റെ മുഖം എൻ്റെ ഫുൾ ഫിഗർ എന്ന തലത്തിൽ കേരളത്തിൽ ഒരൊറ്റ ഫ്ലെക്സ് ബോർഡും ഹോർഡിങ്ങും മാത്രം, അത് പിണറായി വിജയൻ്റേത്. മറ്റാരുണ്ട് എന്ന ചോദ്യം പോലും അടിമുടി പാളി എന്നാണ് പാർട്ടി കീഴ്ഘടകങ്ങൾ വിലയിരുത്തിയത്. അങ്ങ് പാറശാല മുതൽ കാസർഗോഡ് വരെ എന്തിന് പിണറായി വിജയൻ്റെ മുഖം ഇത്രമാത്രം വലിപ്പത്തിൽ നിരത്തിവെച്ചു? അതൊക്കെ പാർട്ടിയെ പാതാളക്കുഴിയിലാക്കി. പകരമൊരു നേതാവില്ല എന്നതാണ് പാർട്ടിയുടെ ഗതികേട്. മറ്റാരുണ്ട് എന്ന ചോദ്യം ഇപ്പോൾ പാർട്ടിയിൽ തന്നെ പരസ്പരം സഖാക്കൾ ചോദിച്ചു തുടങ്ങി. നേരത്തെ തന്നെ P ജയരാജനെയും EP ജയരാജനെയും ഒക്കെ വെറുപ്പിച്ചിരുന്നു MV ഗോവിന്ദൻ. ഇപ്പോഴിതാ തക്കം കിട്ടിയപ്പോൾ EP ജയരാജനും P ജയരാജനും MV ജയരാജനും ചേർന്ന് MV ഗോവിന്ദനെതിരെ കരുക്കൾ നീക്കി തുടങ്ങി. മലപ്പുറത്ത് നടന്ന EMS സെമിനാറിൽ ദേശീയ സെക്രട്ടറി MA ബേബി പല വിഷയങ്ങളും പച്ചയ്ക്ക് തുറന്നു പറഞ്ഞു. പിണറായി വിജയനും ഗോവിന്ദനുമൊക്കെ അത് അപ്പാടെ തള്ളിക്കളയുകയാണ്. വ്യക്തിപരമായ വീഴ്ചകളില്ലെന്നും സംഘടനാപരമായ പ്രശ്നങ്ങൾ മാത്രമേ CPM-ലുള്ളൂ എന്നുമാണ് പിണറായി വിജയൻ്റെയും MV ഗോവിന്ദൻ്റെയും പക്ഷം. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊരു വിചിത്ര കാഴ്ച. നിയമസഭയ്ക്കുള്ളിൽ പിണറായി വിജയനും മുൻ ധനമന്ത്രി KN ബാലഗോപാലും തമ്മിലുണ്ടായ തുറന്ന പോര്. ഇത് CPM-ന്റെ ചരിത്രത്തിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്തതാണ്. സഭയിൽ പ്രതിപക്ഷ നേതാവായ പിണറായിയുടെ നിലപാടുകൾ പോലും പാർട്ടി പച്ചയ്ക്ക് ചോദ്യം ചെയ്തു തുടങ്ങി. പ്രതിപക്ഷ നേതാവിൻ്റെ ആർജവമില്ലായ്മയാണ് ഇപ്പോൾ മുന്നണിക്ക് സംഭവിച്ച ഏറ്റവും വലിയ വീഴ്ചയെന്ന് CPI വിലയിരുത്തുന്നു. UDF സർക്കാർ അധികാരത്തിലേറി 1.5 മാസം കഴിഞ്ഞു. എന്നാൽ ഇതിനിടയിൽ മദ്യത്തിൻ്റെ നികുതി ഇളവ്, PM ശ്രീ വിഴിഞ്ഞം ഓഹരി കൈമാറ്റം എന്നിങ്ങനെ നിരവധി വിഷയങ്ങളാണ് പ്രതിപക്ഷത്തിന് വീണ് കിട്ടിയത്. നിയമസഭയ്ക്ക് അകത്തെ പിണറായി വിജയൻ്റെ പ്രതിഷേധങ്ങൾ വളരെ എളുപ്പത്തിൽ തകർക്കാൻ VD സതീശന് കഴിഞ്ഞു. എന്നാൽ നിയമസഭയ്ക്ക് പുറത്ത് യോജിച്ചൊരു സമര മുന്നേറ്റമൊരുക്കാൻ CPM-നും CPI-ക്കും ചേർന്ന മുന്നണിക്ക് കഴിഞ്ഞിട്ടില്ല. CPM-ഉം CPI-യും തമ്മിൽ ഉപനേതാവിനെ ചൊല്ലിയുള്ള തർക്കം തുടരുകയാണ്. ഇതിൻ്റെ പേരിൽ പാർലമെൻ്ററി പാർട്ടി യോഗം പോലും ചേരാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ് LDF-ൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ LDF മുന്നണി യോഗം ജൂൺ 15-ന് ശേഷം ചേരുമെന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ജൂൺ 15-ന് ശേഷം എന്ന് യോഗം ചേരും എന്നതിൽ യാതൊരുവിധ ധാരണയുമില്ല. LDF-ൽ 12 ഘടകകക്ഷികളുണ്ട്. പക്ഷേ CPM, CPI, RJD എന്നീ പാർട്ടികൾക്ക് മാത്രമേ നിയമസഭാ പ്രാതിനിധ്യമുള്ളൂ. ബാക്കിയുള്ള ഘടകകക്ഷികളെ കൂടി പൊതുനിരത്തിൽ സമരഘട്ടത്തിലേക്ക് കൊണ്ടുവരണം. അതിന് മുൻകൈയെടുക്കേണ്ടത് CPM-ആണ്. പ്രതിപക്ഷ നേതാവ് അടപടലം പാളി നിൽക്കുന്ന സാഹചര്യത്തിൽ അതിന് നേതൃത്വം കൊടുക്കാൻ MV ഗോവിന്ദനും കഴിയുന്നില്ല. സഭയിലില്ലാത്ത മറ്റ് ഘടകകക്ഷികളൊക്കെ നിർജീവമായ അവസ്ഥയിലാണ്. എന്ത് ചെയ്യണമെന്ന് അവർക്കും ഒരു ധാരണയില്ല. LDF-ന് പ്രതിപക്ഷ നേതാവ്, ഉപനേതാവ്, പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറി, വിപ്പ് പദവികളാണ് നിയമസഭയിലുള്ളത്. ഉപനേതാവാവട്ടെ തർക്കത്തിൽ കിടക്കുന്നു. KN ബാലഗോപാലിനെ ഉപനേതാവാക്കാനാണ് CPM ശ്രമിക്കുന്നത്. തങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥാനമാണ് ഉപനേതാവിൻ്റേതെന്ന് CPI. ഇരുവരും തമ്മിലുള്ള തർക്കം അനന്തമായി തുടരുന്നു. അതുകൊണ്ട് തന്നെ നിയമസഭാ സെക്രട്ടറിയെയും വിപ്പിനെയും ഇതുവരെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. 4 ധനകാര്യ കമ്മിറ്റികളിൽ പ്രതിപക്ഷത്തിന് ലഭിക്കാറുള്ള പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം CPM-നാണ് ലഭിച്ചത്. സഭയിലെ മറ്റെല്ലാ പദവികളും വിട്ടുതരാമെന്നും എന്നാൽ ഉപനേതാവിൻ്റെ കാര്യത്തിൽ ഒരുവിധ വിട്ടുവീഴ്ചയുമില്ല എന്നാണ് CPM പറയുന്നത്. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കി നിലനിർത്തി ഒരു ഉപനേതാവിനെ തങ്ങൾക്ക് വേണം. അതിനുവേണ്ടിയുള്ള കളി ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് CPI. എല്ലാ ഘടകകക്ഷികളും തങ്ങളുടെ തെരഞ്ഞെടുപ്പ് അവലോകനങ്ങൾ പൂർത്തിയാക്കി. ഈ തെരഞ്ഞെടുപ്പ് അവലോകനങ്ങളിൽ മുഖ്യ തോൽവിയുടെ കാരണം അവർ വിലയിരുത്തുന്നത് പിണറായി വിജയൻ്റെ ഏകാധിപത്യ ശൈലിയാണ്. ധാർഷ്ട്യവും സർക്കാർ ജനങ്ങളിൽ നിന്നകന്നതുമൊക്കെ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി. മുന്നണി കൺവീനറാവട്ടെ തിരുവനന്തപുരത്തേയില്ല. ഫലം വന്ന് ആദ്യത്തെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു. പിന്നീട് തലസ്ഥാനത്തേക്ക് എത്തിയതില്ല. ചികിത്സാ സംബന്ധമായ തിരക്കുകൾ എന്നാണ് വിശദീകരണം. മുന്നണിക്കൊരു നാഥനില്ലാത്ത അവസ്ഥ. ഇടതുമുന്നണി ഒരു സംഘടിത പ്രതികരണം ഇതുവരെ ഒരു വിവാദ വിഷയങ്ങളിൽ നടത്തിയിട്ടില്ല. മുന്നണി കൺവീനറെ കാണാനേയില്ല. PM ശ്രീ വിഷയത്തിൽ പിണറായി വിജയൻ നിയമസഭയിൽ പ്രതിഷേധം അറിയിക്കാൻ ശ്രമിച്ചപ്പോൾ VD സതീശൻ മാത്രമല്ല കോൺഗ്രസിലെ മുതിർന്ന MLA-മാരൊക്കെ പ്രതിപക്ഷത്തെ എടുത്തുടുത്തു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പിണറായി വിജയൻ പൂർണ്ണ പരാജയമാണ് എന്ന് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ കണക്കുകൂട്ടുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ പദവി പിണറായി വിജയൻ നിലനിർത്തുന്നത് കേസുകളിലുള്ള പേടി മൂലമാണ് എന്ന ചർച്ചയും ഇപ്പോൾ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്.
അത്ര എളുപ്പമല്ല പിണറായി വിജയനെ മുന്നിൽ നിർത്തി ഇനി CPM-ന് മുന്നോട്ട് നീങ്ങാൻ. ഉള്ള അണികൾ കൂടി ഒലിച്ചു പോകും. അതുകൊണ്ട് തന്നെ MA ബേബി ഇപ്പോൾ സമർത്ഥമായി കരുക്കൾ നീക്കാനുള്ള ശ്രമം തുടങ്ങി. പിണറായി വിജയനെയും MV ഗോവിന്ദനെയും മാറ്റി നിർത്തി ഒരു പുതുനിരയെ മുന്നിലേക്ക് കൊണ്ടുവരിക. അതിനുവേണ്ടി പഴയ താരങ്ങളെ കളത്തിലിറക്കി ചില പടപ്പുറപ്പാടാണ് MA ബേബി നടത്തുന്നത്. ആർജവം അവസാനം വരെ നിലനിർത്താൻ ബേബിക്ക് കഴിയുമോ? അതോ പിണറായി വിജയൻ്റെ ഉഗ്രശാസനയും പടവെട്ടും വരുമ്പോൾ ബേബി വിരണ്ട് മാളത്തിൽ ഒളിക്കുമോ? കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.